നമ്മൾ ഇനി പവർ ബിഐയുടെ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് കടക്കാണ്. അപ്പം ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ഡാറ്റേനെ ഡിഫറെന്റ് സോഴ്സിൽ നിന്ന് കളക്ട് ചെയ്യുന്നു, അതിനെ ട്രാൻസ്ഫോം ചെയ്യുന്നു. ട്രാൻസ്ഫോം നമ്മൾ എവിടെ ചെയ്യുന്ന? പവർ ക്വയറി എഡിറ്റർ അല്ലെങ്കിൽ പവർ ബിഐയുടെ ബാക്ക് എൻഡിലാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് വരുന്ന നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഡാറ്റ മോഡലിംഗ്. ഡേറ്റ മോഡലിംഗ് എന്ന് പറയുന്നത് എന്താ? അതായത് രണ്ടോ അതിലധികമോ മൾട്ടിപ്പിൾ ടേബിൾസ് തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യുക. അതാണ് ഇവിടെ ഡാറ്റ മോഡലിംഗ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. അത് എന്തിനാന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്ന ടൈമിൽ നമുക്കിപ്പം ഒരു ടേബിളിൽ മാത്രം വാല്യൂസ് കിട്ടിയാൽ പോരായിരിക്കും. മീൻസ് വേറൊരു ടേബിളിലെ വാല്യൂവും കൂടി നമുക്ക് വേണമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കേസിലൊക്കെ നമ്മൾ ഈ ഡാറ്റേനെ എന്ത് ചെയ്യണം? റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യണം. അതായത് ടേബിൾസ് തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായാലാണ് നമ്മൾക്ക് അവിടെ വേറൊരു ടേബിളിൽ നിന്നും വിഷ്വലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ കലണ്ടറിലൊക്കെ കണ്ടു. ഓക്കെ, ഇപ്പം ഓരോ മന്തിലത്തെയും സെയിൽസ് എമൗണ്ട് കാണണമെങ്കിൽ എന്താ? നമുക്ക് കലണ്ടർ ലുക്കപ്പും വേണം, പിന്നെന്താ? സെയിൽസ് ഡാറ്റയും വേണം. ഓക്കെ, ഡേറ്റിന്റെ ബേസിലാണ് ഞാൻ ആ സെയിൽസ് എമൗണ്ട് കാണുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ രണ്ട് ടേബിളും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായെങ്കിൽ മാത്രമല്ലേ അത് കാണാൻ പറ്റുള്ളൂ. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് എന്താ? നമുക്ക് ടേബിൾസിനെ തമ്മിൽ കണക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇവിടെയാണ് നമ്മൾ ഈ ഡാറ്റ മോഡലിംഗ് ഉപയോഗിക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇനി ഡേറ്റ മോഡലിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഫ്രണ്ട് എൻഡിൽ, നമ്മൾ ട്രാൻസ്ഫോം മാത്രമേ നമ്മൾ ബാക്ക് എൻഡിൽ യൂസ് ചെയ്യുന്നുള്ളൂ. ബാക്കി പരിപാടികൾ, അതായത് ഇപ്പം ഡേറ്റ മോഡലിംഗ് ആയാലും ഇനി വരുന്ന ഡാക്സ് ആയാലും വിഷ്വലൈസേഷൻ, ഇനി വരുന്നതെല്ലാം നമ്മൾ പവർ ബിഐയുടെ ഫ്രണ്ട് എൻഡിലാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇതാണ് ഒരു ഡേറ്റ മോഡലിംഗ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. അതായത് ടേബിൾസിനെ തമ്മിൽ എന്താ? കണക്ട് ചെയ്യാം. നമ്മൾ ചുമ്മാ കണക്ട് ചെയ്താൽ പോരാ, ടേബിൾസിൽ കോമൺ ആയിട്ട് വരുന്ന വാല്യൂ ഉണ്ടാവില്ലേ? ഇപ്പം ഇവിടെ എന്താ? പ്രൊഡക്റ്റ് ലുക്കപ്പും റിട്ടേൺസ് ഡാറ്റയും ഉണ്ട്. പ്രൊഡക്റ്റ് ലുക്കപ്പിൽ ഇത് രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് എന്താ? പ്രൊഡക്റ്റ് കീ ആണ്. അപ്പം ഇതിനെ വെച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്യാം. ഇപ്പം ഈ രണ്ട് ടേബിൾ നോക്കുകയാണെങ്കിലോ, സെയിൽസ് ഡാറ്റയും പ്രൊഡക്റ്റ് ലുക്കപ്പും, ഇതിലെന്താ കോമൺ ആയിട്ട് വരുന്നത്? സെയിം പ്രൊഡക്റ്റ് കീ തന്നെ രണ്ടിലും കോമൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പം കോമൺ ആയിട്ട് വരുന്ന ആ ഒരു കീ അല്ലെങ്കിൽ ആ ഒരു വാല്യൂവിനെ നമ്മൾ റിലേഷൻഷിപ്പ് കൊടുത്ത് കണക്ട് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ഡേറ്റ മോഡലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഡാറ്റ മോഡലിംഗ് ചെയ്യുമ്പോൾ എന്താ? നമുക്ക് വിഷ്വലൈസ് ചെയ്യുന്ന ടൈമിൽ നമ്മൾക്ക് ആ കറക്റ്റ് വാല്യൂസ് ഇവിടെ കിട്ടും. ഓക്കെ, ഇപ്പൊ ഡാറ്റ മോഡലിംഗ് നമ്മൾ ചെയ്തില്ലെങ്കിൽ എന്തായിരിക്കും പ്രശ്നം? ഇവിടെ കണ്ടോ, ഇവിടെ വാല്യൂസ് എന്തായിരിക്കും? ആ എന്താണോ ആയിട്ട് കിടക്കുന്നത് അത് തന്നെയായിരിക്കും റിപ്പീറ്റ് ചെയ്ത് വരാം. അതായത് ഓരോ റോന്റെ വാല്യൂ നമുക്ക് കാണാൻ സാധിക്കില്ല. മുൻപത്തേല് നമുക്ക് എന്താ, കണക്ഷൻ ബിൽഡ് ചെയ്ത് കഴിയുമ്പോൾ ഓരോ റോസിന്റെയും വാല്യൂസ് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. പക്ഷേ കണക്ഷൻ ബിൽഡ് ചെയ്തില്ലെങ്കിൽ എന്താ പ്രശ്നം? കണ്ടോ, ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും. അപ്പം വിഷ്വലൈസ് ചെയ്യുന്ന ടൈമിൽ രണ്ട് ടേബിൾസിലെ വാല്യൂസ് തമ്മിൽ നമുക്ക് ഗ്രാഫോ ചാർട്ടോ ഒക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ ടേബിൾസ് തമ്മിൽ കണക്ഷൻ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തിരിക്കണം. അതിനാണ് ഡേറ്റ മോഡലിംഗ് ഉപയോഗിക്കുന്നത്.